അങ്ങനെ ഇപ്പോൾ നമ്മൾ രാവിലെ കുളിച്ച് മാറ്റി ഫ്രഷപ്പായി നമ്മളത് സ്റ്റേ ചെയ്ത ഹോട്ടലിൽ ഇറങ്ങി നേരെ പോയി ചായ കുടിച്ചു. ഇപ്പം ഇനി മറയൂർ അതേപോലെ തന്നെ കാന്തല്ലൂർ അവിടുത്തെ സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ നല്ല വെയിലാണ്. ഇന്നലെ നല്ല മഴയും കോടയൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ രാവിലെ നോക്കിയപ്പോൾ നല്ല വെയിലായിട്ടുണ്ട്. കാഴ്ചകൾ മാറി മാറിയാണ് വരുന്നത്. മറയൂർ നായ്ക്കുട്ടികൾ. എന്താ വ്യൂ, നീലാകാശം. ഇതാണ് ആനക്കോട്ട പാർക്ക്. ഇതെവിടേക്കാ? നോക്കേ, കളിക്കണ്ടേ? ഇത് കാഴ്ച ഇതേപോലെയാണെന്ന് തോന്നുന്നുണ്ടോ ശവത്തിന്റെ മുനിയറകൾ. ഇതൊക്കെയാണ് മുനിയറകള്. ആരൊക്കെയോ ഇതിന് ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുള്ള 13 വയസ്സ് ടു 15 വയസ്സ് വരെയൊക്കെയുള്ള ആൾക്കാരുടെ ഇതെന്നാണ് കൊടുത്തിട്ടുള്ളത്. കല്ലുകൾ വെച്ചിട്ട് മറിച്ച്. ഈ കുരിശുമലേൻ്റെ അടുത്ത് വന്നു നിന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം എല്ലാവരും ഗ്രൗണ്ടും കാണാം. ഇതിക്കൂടെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കണത്. മറയൂരിൻ്റെ ചുരം കയറി 3ാമത്തെ എയർപിൻ വളവ് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇതുള്ളത്. അങ്ങനെ ഇപ്പം നമ്മളൊരു ശർക്കര ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് വന്നതാണ്. മറയൂർ ശർക്കര. ഇവിടെ കരിമ്പിനെ കൊണ്ട് തന്നെയുള്ള കരിമ്പിൻ്റെ ജ്യൂസും അതുപോലെ ശർക്കരയും ശർക്കരേൻ്റെ വേറെ ഐറ്റംസ് കിട്ടും. അതിൻ്റെ ബാക്കിൽ തന്നെ മൊത്തം കരിമ്പിൻ്റെ തോട്ടങ്ങളാണുള്ളത്. കരിമ്പിൻ്റെ ജ്യൂസ് ആക്കുന്നുണ്ട്. നല്ലൊരു ശർക്കര ഉണ്ടാവണം മണമുണ്ട്. ശർക്കര ഈ വലിയ അടുപ്പിൽ നിന്നാണ് ശർക്കര അവർ ഒരുക്കുന്നത്. നല്ല ചൂടാണ് അവിടെ. പിന്നെ ഈ ചേച്ചിമാർ ശർക്കരേൻ്റെ അവിടെ കൊണ്ടിടുകയാണ് ഓരോ വേസ്റ്റ് ചണ്ടികൾ. എത്ര സമയം എടുക്കും ചേട്ടാ? 3 മണിക്കൂർ. 3 മണിക്കൂറാ? അതിനുശേഷം ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ ഒരു ആര് വരുമ്പോൾ അത് തണിഞ്ഞതിന് ശേഷമാണ് ഇന്ന് കുഴയ്ക്കാൻ. 3 മണിക്കൂർ വരും. ഇത് എത്ര മണിക്കൂറായി? രണ്ട് ടൈപ്പ് ശർക്കരകളുണ്ട്. ഇത് കുറച്ച് കറുത്ത കളർ, ഡാർക്ക് കളർ, കരിമ്പിൻ്റെ കളർ. ഇത് നമുക്ക് ഇവിടെ വരുന്നവർക്ക് ഫാമിൽ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന ചെറിയ മെഷീനാണ്. പിന്നെ ഇത് വലിയ മെഷീനാണ്. ഇതിലാണ് ശർക്കരയ്ക്ക് വേണ്ടിയിട്ട് അവർ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് കരിമ്പ് ഇതാക്കിയെടുക്കുന്നത്, ജ്യൂസ് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി കൊണ്ടുവച്ചിട്ടുള്ള കരിമ്പുകളാണ് ഇതൊക്കെ. നമ്മൾ താഴെ മറയൂരൊക്കെ നല്ല ചൂടാണെങ്കിലും മേലേക്ക് കയറി കാന്തല്ലൂർ എത്താനൊക്കെ ആയപ്പോൾ ഒരു 5ാമത്തെ എയർപിന്നൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ക്ലൈമറ്റ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരു മൂടിയ കാലാവസ്ഥയും കുറച്ച് തണുപ്പ് രീതിയിലുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കീഴാത്തൂർ അങ്ങാടിക്കെത്തി. നല്ല നൈസ് സ്ഥലമാട്ടോ, വൈബ് കിട്ടും. അപ്പം നമ്മളിപ്പോൾ ഒരു കാന്തല്ലൂരുള്ളൊരു ഫ്രൂട്ട് ഗാർഡനിലാണ്. ഇത് മെയിൻ ഗാർഡൻ അവിടുത്തെ നോ ലൈൻ ഫ്രൂട്ട് ഗാർഡൻ എന്നാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് എന്നാണ് അറിഞ്ഞത്.
എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ ഒരു എൻട്രി ഫീ ഉണ്ട് 20 രൂപ. കയറുമ്പോൾ തന്നെ അവിടുത്തെ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഫ്രൂട്ട്സ് സ്റ്റാർട്ടിങ് ആവണേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ പ്ലംസ് അതേപോലെ നമ്മളെ പാഷൻ ഫ്രൂട്ടൊക്കെയാണ് ഉള്ളതാണ്. അതൊക്കെ ഇവിടെ സെയിലും ഉണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ അവർ റെയിൻകോട്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ബ്ലാക്ക് സപ്പോട്ട, അതേപോലെ പേരയ്ക്ക ഇവിടെ ഉണ്ട്. ആപ്പിൾ, ഗ്രീൻ ആപ്പിളിൻ്റെ ഉണ്ട്. പിന്നെ 2 നായ്ക്കുട്ടന്മാരുണ്ട്. ഇത് പ്ലംസിൻ്റെ ആണ്. പ്ലംസ് കായ പഴുത്ത് വരുന്നേ ഉള്ളൂ. 2 പഴുത്തുണ്ട്. പ്ലംസൊക്കെ ഇപ്പം വിളവെടുക്കുന്ന സമയമെന്ന് പറഞ്ഞിട്ടുണ്ട്. തോട്ടത്തിനുള്ളിൽ തട്ടായിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു സെറ്റപ്പാണ് ഇട്ടുള്ളത്. നൈസൊരു ഫാമാണിത്. നേരത്തെ നമ്മളൊരു ബ്ലാക്ക് സപ്പോർട്ട കാണിച്ചില്ലേ, അതുപോലെ വൈറ്റ് സപ്പോർട്ടേൻ്റെ ആണ് ഇത്. സപ്പോർട്ടേൻ്റെ ഒക്കെ നമ്മളെ നാട്ടിൽ കാണുന്ന പോലത്തെ ഒരു സപ്പോർട്ട ടൈപ്പ് അല്ലല്ലേ? പച്ചക്കോ? ഇത് കിവി ഫ്രൂട്ടിൻ്റെ ആണ്. കിവി ഫുള്ളായിട്ട് വള്ളികളുണ്ട്, പക്ഷെ ഫ്രൂട്ടൊന്നും ആയിട്ടില്ല. നല്ല അടിപൊളി പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഫാമിലി. മറ്റേ കൃഷി ഇത് മാത്രമല്ല, നല്ല രസമുള്ള പൂക്കളും ഉണ്ട്. ഇത് ഉറുമാമ്പഴത്തിൻ്റെയാണ്. മരത്തിൽ ഇങ്ങനെ ഉറുമാമ്പഴം മൊത്തം ഉണ്ടായിട്ടുണ്ട്. അവിടേക്കൊക്കെ ഉറുമാമ്പഴത്തിൻ്റെ തോട്ടാണ്. ചിലത് ആപ്പിളുകൾ, ഈ ബ്ലൂ കളറിലിട്ടിരിക്കുന്നത് ഫുൾ ആപ്പിളാണ്. ആപ്പിളിൻ്റെ സാധനങ്ങളാണ്. പിന്നെ അത് നാരങ്ങ നല്ല മണമുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇപ്പുറത്തെ പേരക്കേൻ്റെ അതുണ്ട്. ഒരു ഗൈഡൻസ് പോലെ ഒരു ചേച്ചി നമ്മളെ കൂടെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ പറഞ്ഞു തരാൻ, ഈ സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാൻ. പൂക്കളും ഉണ്ട്, ഡാലിയ പൂ. ഇതൊക്കെ റെഡ് ആപ്പിൾ ആണെന്നാണ് പറഞ്ഞത്. ഗ്രീൻ അല്ല, ഗ്രീന് ഫ്രണ്ടിൽ കണ്ടു. ഇത് റെഡ് കളറാണ്. ഏകദേശം പഴുപ്പാകുമ്പോഴത്തേക്കും പക്ഷികളൊക്കെ ഓട്ടാതിരിക്കാൻ നട്ടിട്ടുണ്ട്. ഇത് മരത്തക്കാളി എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. വഴുതിനങ്ങനെ പോലത്തെ ഒരു ലുക്കിലാണുള്ളത്. ചെടീൻ്റെ ഇതും അങ്ങനെ തന്നെയാണ്. തക്കാളീൻ്റെ ഇത് തന്നെയാണെന്നാണ് പറഞ്ഞത്. അവിടേക്കൊക്കെ ആപ്പിളിൻ്റെ തോട്ടങ്ങളാട്ടോ. പ്ലംസൊക്കെ താഴെ വീണ് ഇറക്കുന്നുണ്ട് പഴുത്തിട്ട്. ഇത് സബർജലിൻ്റെ ആണ് കേട്ടോ. കായ്ക്കളൊന്നുമില്ല. സബർ ജെല്ലല്ല കേട്ടോ, സബർ ജിൽ. അതാ ഉണ്ടായി വരുന്നേ ഉള്ളൂ കുഞ്ഞ്. നൈസിന് മഴ പെയ്യുന്നുണ്ട്. ഓറഞ്ചിൻ്റെ പഴുത്ത ഓറഞ്ച് നാരങ്ങൾ. പക്ഷെ അതൊന്നും പറിക്കാൻ പറ്റൂല, അതാ സങ്കടം. എന്താ പച്ച ഓറഞ്ച്. നമ്മളവിടുന്ന് കുറച്ച് പാഷൻ ഫ്രൂട്ടും അതേപോലെ തന്നെ പ്ലംസും വാങ്ങിയിട്ടുണ്ട്. വലിയ വിലയായിട്ട് തോന്നിയില്ല. പാഷൻ ഫ്രൂട്ടിന് ഞങ്ങൾ ഇന്നലെ വാങ്ങിയപ്പം 200 രൂപ ഉണ്ടായിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ പഞ്ചസാര ഇട്ട് വരുമ്പോൾ കഴിക്കണ്ട, അല്ലാണ്ട് തന്നെ സൂപ്പറായിട്ട് കഴിക്കുക. പാഷൻ ഫ്രൂട്ടിന് വേറൊരു ബ്രീഡാന്ന് തോന്നുന്നു. പ്ലംബും അത്യാവശ്യം മധുരമുണ്ട്. അതിന് 200 രൂപ കിലോയ്ക്ക്, പാഷൻ ഫ്രൂട്ടിന് 160. പിന്നെ ഞങ്ങളിപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അത് വീട്ടിലേക്ക് വാങ്ങിയിട്ടാണ് ബാഗിലേക്ക് വെക്കണത്. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇവിടെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ കണ്ട മുറയിൽ നല്ല വെയിലായിരുന്നു, തലവേദനയൊക്കെ എടുക്കുന്നുണ്ട്. ആ വെയിലത്തുനിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ നല്ല മഴയായിട്ടുണ്ട്. നമ്മളിപ്പോൾ വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് വാങ്ങിയ പാഷൻ ഫ്രൂട്ട് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല മധുരമാണ്. നമ്മൾ നാട്ടിലിപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ കിട്ടുന്നതിനേക്കാളും കുറച്ചൊരു വ്യത്യാസം. അത് വേറെ ഒരു ടൈപ്പാണ് തോന്നുന്നു. നാട്ടിൽ നമുക്കൊരു ഓറഞ്ച്, കുറച്ചൊരു വെള്ള, ഒരു മഞ്ഞ കളറിലായിട്ടുള്ള പാഷൻ ഫ്രൂട്ടാണ്. കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ഇതാണ്. നല്ല മധുരമുണ്ട്, ഒട്ടും പുളിയൊന്നും ഇല്ലാത്തൊരു ടൈപ്പാണ്. ആ ഫാമിൽ നിന്ന് തിരിച്ചിറങ്ങി വരുമ്പോൾ ഒരു ഫസ്റ്റ് തന്നെ ഉണ്ട് ജംഗ്ഷൻ. അവിടെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെയും പീടികളൊക്കെ ഉണ്ട്. നല്ല ഫ്രഷ് ക്യാരറ്റ് ചേട്ടൻ ക്ലീനൊക്കെ ആക്കി വെക്കുന്നുണ്ട്. കെട്ടിന് 20 രൂപയുള്ളൂ. 3 കെട്ട് 50 രൂപ.
പിന്നെ അല്ല അല്ലാണ്ട് വെളുത്തുള്ളി, പിന്നെ ഇതെന്താ മരത്തക്കാളി ചേച്ചി? തക്കാളീൻ്റെ ടേസ്റ്റിനാ? മാങ്ങ ഒക്കെ ഉണ്ട്. ചേട്ടൻ 60 രൂപയ്ക്ക് 1 കിലോ ക്യാരറ്റ് വെച്ച് തന്നു. ഇപ്പം അങ്ങനത്തെ 2 കെട്ട് വാങ്ങിയിട്ടുണ്ട്. അതിലെ ചേട്ടൻ ഇവിടെ ഒരു അടുത്ത് സ്ട്രോബെറി തോട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓഫ് സീസൺ ആയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞ് എന്നാലും ഒന്ന് ചുമ്മാ വിസിറ്റ് ചെയ്ത് നോക്കാന്ന് വെച്ചാൽ. ഇവിടെ നമ്മളൊരു സ്ട്രോബെറി ഫാം തപ്പിയിട്ട് വന്നതാണ്. സ്ട്രോബെറി സീസണൊക്കെ കഴിഞ്ഞ് ഫോട്ടോഷൂട്ട് പോയിന്റ് സ്ട്രോബെറി ഫാമാണ്. സ്ട്രോബെറി ഫാമിന് കൂടു നേരെ പൊടി പൊടിക്കുന്ന പൊടിയേറ്റാണ്. അടിപൊളി സ്ഥലമാട്ടോ ഇവിടേക്ക്. ഒരു റിസോർട്ടൊക്കെ ഉണ്ട്. നമ്മളൊരു സ്ട്രോബെറി പാടം കാണാൻ വന്ന സ്ട്രോബെറി ഫാം. ഇവിടെ ഇപ്പം സ്ട്രോബെറിയൊക്കെ ഏകദേശം സീസൺ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ തപ്പി വന്നിട്ടുള്ളൊരു സ്ഥലമാണ്. സ്ട്രോബെറി വിൽക്കണമൊക്കെ ഉണ്ട് ലൈവായിട്ട്. സ്ട്രോബെറിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ ഇത്തിരി ചെറുതുകളൊക്കെ ഉള്ളൂ സ്ട്രോബെറികളായിട്ട്. സ്ട്രോബെറി ഫാമിൽ പോയി അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞില്ലായിരുന്നു കാന്തല്ലൂർ, അതാണ് പോണത്. അവിടുന്ന് സ്ട്രോബെറി ഫാമിൽ സ്ട്രോബെറി ഇല്ല. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഹണി റോക്ക് എൻട്രി വന്നു. ഫാമിൽ പോയിട്ട് ചുമ്മാ ജ്യൂസ്, സ്ട്രോബെറിൻ്റെ ഫ്രഷ് ജ്യൂസ് കുടിച്ചു. കൊള്ളായിരുന്നു. ഇവിടെ എത്രയാണ് ടിക്കറ്റ്? ഒരാൾക്ക് 30 രൂപയാണ്. ഒരാൾക്ക് 10 രൂപയാണ് ഇവിടേക്ക് കയറാനുള്ള ഫീ. ചെറിയൊരു ട്രെക്കിംഗ് ഉള്ള സ്ഥലം കേട്ടോ. മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അത്യാവശ്യം ട്രെക്കിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ചവിട്ടും ഭയങ്കര സ്ലിപ്പാണ്, ചളി ആയതുകൊണ്ട്. ഇതാണ് ഹണി റോക്ക്. കാണൊക്കെ നിറച്ചും തേനീച്ച കൂടുകളാണ്. തേനീച്ചകൾ ബുദ്ധിപരമായിട്ട് നീങ്ങണം. അങ്ങനെ ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് കംപ്ലീറ്റ് പാറാൻ്റെ എല്ലാം എടുക്കലാണ്. ഒരു ബുദ്ധിപരമായിട്ട് നീങ്ങിയതാണ്. എത്രയാണ് ഉള്ളതെന്നറിയോ? അങ്ങനെ എളുപ്പം ഒരാർക്കും നശിപ്പിക്കാനും പറ്റില്ല, ആക്രമിക്കാനും പറ്റില്ല. ഞങ്ങളങ്ങനെ വീണ്ടും വേറൊരു ഫാമിലെത്തി. ഇവിടെ ചേച്ചി കുറച്ചുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം പറിച്ചു തരാമെന്ന് പറഞ്ഞു സ്ട്രോബെറി. കാന്തല്ലൂർ വന്ന സ്ഥിതിക്ക് സ്ട്രോബെറി ഇല്ലാണ്ട് മടങ്ങുന്നത് മോശമല്ലേ? ഉണ്ട്, കുറച്ച് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഫാമില് ഇതാണ്ട് ചുവന്നെടുക്കണം. ഇവിടെയൊക്കെ ഉണ്ട്. അവിടെ പോയി ചേച്ചി പറിക്കുന്നുണ്ട്. ഇതൊന്ന് പറിച്ച് കഴിച്ചു നോക്കാം ഫ്രഷായിട്ട്. ഫാമിൽ വന്ന് ഫ്രഷ് ഫാം സ്ട്രോബെറി പറിച്ച് തിന്നണ ഒരു രസം തന്നെ. അങ്ങോട്ട് കാണിച്ചു. അല്ലോ ഞങ്ങളിപ്പം കണ്ട ഫാമിൽ നിന്ന് ഈ ചേച്ചി കേട്ടോ, ചേച്ചി നമുക്ക് സ്ട്രോബെറി പറിച്ച് തന്നിട്ടുണ്ട്. അത് കേടായി പോകാതിരിക്കാൻ ബോക്സൊക്കെ ചെയ്തു നല്ല അടിപൊളിയായിട്ട്. കവറിൽ കൊണ്ടുപോയാൽ പെട്ടെന്ന് കേടാവുന്ന പറഞ്ഞു. അങ്ങനെ ഇലയിൽ വെട്ടി ബോക്സിലൊക്കെ വെച്ച് തന്നു. ചേച്ചി ഇത് പാക്ക് ചെയ്തോളൂ. ഇത് കാപ്പീൻ്റെ തോട്ട. കാപ്പിപ്പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല മണമുണ്ട് കാപ്പിപ്പൂവിന്. ഇവിടെ നിന്നാണ് അപ്പം ഇന്ന് ഫുഡ് കഴിക്കണം ഉച്ചത്തെ. ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് മീൽസാണ് പറഞ്ഞത്. ഹോംലി ഫുഡ്. ഇതെന്താ അതിലുള്ളത്? ഇതിൽ സാമ്പാർ, രസം, പിന്നെ തൈര്, മീൻകറി, ഓംലെറ്റ്, പിന്നെ 2 സൈഡ് ഡിഷ്, അച്ചാർ, പപ്പടം, ചോറ്, പിന്നെ ചൂടുവെള്ളം, പിന്നെ മീൻ പൊരിച്ച് 2 പറഞ്ഞിട്ടുണ്ട്. ആവൂലിയ പറഞ്ഞത്. ഇവിടുത്തെ അവസ്ഥയിൽ എന്തായാലും ഫ്രഷായി കിട്ടില്ല, എന്നാലും നോക്കാം. അങ്ങനെ ഞങ്ങൾ കാന്തല്ലൂരിൽ നിന്ന് തിരിച്ച് പോരുകയാണ്. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ട്രിപ്പ്. ഒരു 2 ഡേ ട്രിപ്പായിരുന്നു. അപ്പം ഇനി നെക്സ്റ്റ് വ്ളോഗുമായി കാണാം. ബൈ.